ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഓപ്പൺ സ്ലിറ്റ് കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓപ്പൺ സ്ലിറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുപോലെ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ഇതേപോലെയാണോ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. ഇത് എൻ്റെ വേർഷനിൽ എനിക്ക് എളുപ്പം തോന്നിയ രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. 2 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു അളവ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഈ അളവ് ഡ്രസ്സ് എടുത്തിട്ട് ഞാനിവിടെ ഇതിൻ്റെ ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ബാക്കിൽ എത്ര വീതിയാണോ വേണ്ടത് അത്രയും തുണി നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ഇതേപോലെ പിടിച്ചിട്ടാണ് ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ഒരു അളവല്ല എടുക്കേണ്ടത്. സ്ലിറ്റ് 2 സൈഡിൽ നമുക്ക് മടക്കി അടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഭാഗം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അളന്നിട്ടുള്ള ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് നമുക്ക് ബാക്ക് പീസിലോട്ട് ആവശ്യമായിട്ട് വേണ്ടത്. ഇനി നമുക്ക് മെഷർമെൻ്റ് എടുത്തിട്ട് ബാക്ക് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ എടുക്കുക, എന്നിട്ടിത് 2ആയിട്ട് മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അളവ് ഡ്രസ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അളവ് ഡ്രസ്സ് മറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ 2ആയിട്ട് മടക്കിയെടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകരുത്. കുറച്ച് ഭാഗം കൂടുതലിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട കാരണം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ബാക്ക് പീസ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് മെറ്റീരിയൽ മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബാക്ക് പീസ് ഞാൻ വേറൊരു മെറ്റീരിയൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ട വീതി. നമുക്ക് ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് ആ വീതി നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു മെറ്റീരിയലിൽ. ഇനി ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് പീസിൽ നമ്മൾ ഓപ്പൺ സ്ലിറ്റ് ആണല്ലോ. അപ്പോൾ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എത്ര മെറ്റീരിയൽ വേണമെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള ആ മെറ്റീരിയലിൻ്റെ കൂടെ നമ്മളിപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്തിരിക്കുന്ന ആ ഒരു അളവ് 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മെറ്റീരിയൽ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് തികയത്തുള്ളൂ. ഞാൻ ഇതേപോലെയാണ് ഇവിടെ മെഷർ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇത്രയും പോർഷൻ, ഇനി അടുത്ത സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത്രയും പോർഷൻ. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് തന്നെ മെഷർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഇത്രയും മെറ്റീരിയലാണ് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് മടക്കി വെച്ചിട്ട് അത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് നമുക്ക് ഫ്രണ്ട് പീസിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇതേപോലെ നേർപകുതിയായിട്ട് തന്നെ മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ 2 പീസിനും സെയിം ലെങ്ത്ത് വരുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. രണ്ട് പീസും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത പീസിൻ്റെ സൈഡും നമ്മൾ ഇതേപോലെ മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇതുപോലെ വയ്ക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഷർട്ടിൻ്റെ ഒക്കെ ബട്ടൺ ഇടുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ വിട്ട് കൊടുക്കുക, കാരണം ഓപ്പൺ സ്ലിറ്റ് ആണല്ലോ. അപ്പോൾ അത്രയും പോർഷൻ വിട്ട് കൊടുക്കുക. അതേപോലെ മുകൾ വശത്തും കുറച്ച് ഏരിയ ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഓപ്പൺ സ്ലിറ്റിന് കുറച്ചും കൂടിയും ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൂട്ടോ കുറയ്ക്കോ അങ്ങനെ എന്തോ ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ 2ആയിട്ട് മടക്കിയെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അതിന് നേർപകുതിയായിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. അപ്പോൾ അതിങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുൻപ് കട്ട് ചെയ്തിട്ടുള്ള ബാക്ക് പീസ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഈ ബാക്ക് പീസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണം ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ മാർക്ക് ചെയ്യണില്ല, ജസ്റ്റ് തന്നെ വെച്ചതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അളവ് ഡ്രസ്സിലുള്ള നെക്ക് എത്രയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അളവ് ഡ്രസ്സിൽ എത്രയാണോ അതിനായിട്ടും കുറച്ച് കുറവ് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്, കാരണം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ കറക്റ്റ് അളവിൻ്റെ ഒപ്പം എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ കഴുത്തിൻ്റെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അളവ് ഡ്രസ്സിൽ എത്രയാണോ അതിനായിട്ടും കുറച്ച് കുറഞ്ഞിട്ട് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് പീസ് ഇതുപോലെ 2ആയിട്ട് മടക്കിയെടുക്കുക. മടക്കുമ്പോൾ എപ്പോഴും ഒപ്പത്തിന് വെച്ച് മടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ തന്നെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി അളവ് ഡ്രസ്സ് വെച്ച് കൊടുക്കണം. ബാക്കിൽ നമുക്ക് ലെങ്ത്ത് വളരെ കുറച്ച് മതി. അപ്പോൾ അളവ് ഡ്രസ്സ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുക. ഇത് വീഡിയോയിൽ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറ ശ്രദ്ധിച്ചില്ല, അപ്പോൾ അതുകൊണ്ടുണ്ടായതാണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്ത് അതേപോലെ തന്നെ ബാക്കിലും മാർക്ക് ചെയ്യുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ വെച്ചിട്ട് നമുക്കിനിത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 പീസും ഒപ്പത്തിന് വെച്ച് കൊടുക്കണം. ഒരു പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലും ഒരു പീസിൻ്റെ പൊട്ടവശം മുകളിലേക്ക് വരുന്ന രീതിയിലും വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി നെക്കിൻ്റെ പോർഷൻസ് നമുക്കിനി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ മടക്കി അടിക്കാനുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഈ ഒരു പീസ് തന്നെ പിടിക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുമ്പോൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പീസ് എടുക്കുക, രണ്ടായിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന് വെച്ചതിന് ശേഷം കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഒരു പീസിൻ്റെ അടി വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഒരു പീസും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. ഞാൻ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഇങ്ങനെ മറച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇത് നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പീസ് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. നല്ല വശത്ത് വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. ശേഷം ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് നിൽക്കും. ഞാനിവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൻ്റെ സൈഡും സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഈ കോളറിനൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ സൈഡ് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക, സ്ലിറ്റ് അറ്റാച്ച് ചെയ്യുക, അതേപോലെ സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്